പറയേണ്ടതാണ് ആനന്ദ് ഏഗർഷി എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഫിലിം മേക്കറെ കുറിച്ച്. രചനയും സംവിധാനവും നിർവഹിച്ച ആട്ടം. യെസ്, ടെലിഫോൺ ലൈനിൽ ആനന്ദ് ഏഗർഷി ചേരുന്നു. ആനന്ദ്, ലോട്ട് ഓഫ് കൺഗ്രാറ്റുലേഷൻസ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് കൊണ്ടുവന്നു താങ്കൾ. ആട്ടം എന്ന സിനിമയിലൂടെ 3 പ്രധാനപ്പെട്ട അവാർഡുകൾ സ്വന്തമാക്കുന്നു ആട്ടം. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു ഒരു ഒരു ഡ്രാമ എന്ന രീതിയിൽ ഒരുക്കിയ ഒരു ചിത്രം, അല്ലെങ്കിൽ സിനിമയ്ക്കകത്തെ നാടകം, അതിനെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് ആട്ടം. അപ്പോൾ ആ ചിത്രം ഈ രീതിയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ എന്താണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ പറയാനുള്ളത്? അതിയായ സന്തോഷം. കാരണം നമുക്ക് ഒരു സിനിമ ചെയ്യുക, എന്റെ ആദ്യത്തെ സിനിമയാണ്. ആ സിനിമയ്ക്ക് 3 നാഷണൽ അവാർഡ് കിട്ടിയ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ബെസ്റ്റ് എഡിറ്റിംഗ്. പ്രത്യേകിച്ച് എഡിറ്റിംഗിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ 3 കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമാണ്. കാരണം അതിന്റെ എൻറ്റയർ താങ്ക്സ് ആക്ച്വലി ഗോസ് ടു ദ പ്രൊഡ്യൂസർ. കാരണം ഇങ്ങനൊരു സിനിമ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ, ഒരു ചേംബർ ഡ്രാമ, ഒരു വീട്ടിനകത്ത് സെറ്റ് ചെയ്ത പുതിയ അഭിനേതാക്കളെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ആ ഒരു വിസ്ഡം, അത് ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അദ്ദേഹം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു കോർ. അദ്ദേഹവും വിനയ് ഫോർട്ടും കൂടെ ചേർന്നാണ് ഇതിന്റെ ഒരു സിനിമ ഉണ്ടായി വരാനുള്ള ഒരു കാരണം അവരാണ്. സോ അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഈ 13 പേരിൽ 11 പേരും എനിക്ക് വിനയ് ഫോർട്ട് ഉൾപ്പെടെ ഒരു 20 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഇതൊരു സൗഹൃദത്തിന്റെ കൂടെ ഒരു വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പറയുന്നത് പോലെ നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാർ, ഇപ്പം നമുക്കറിയാം ഷാജോനുണ്ട്, കലാഭവൻ ഷാജോനുണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ബാക്കി എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ചിത്രത്തിൽ എന്നുള്ളതാണ് ഞാൻ കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രാമ പശ്ചാത്തലം, നാടക പശ്ചാത്തലം എത്രമാത്രം മുതൽക്കൂട്ടായിട്ടുണ്ട് ആ സിനിമ ഒരുക്കുന്നതിൽ ആനന്ദ്? ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനകത്തും ഇവരുടെ പേരുകൾ പോലും നമ്മൾ ഇവരുടെ ശരിക്കുള്ള പേരുകളാണ് നിലനിർത്തിയിരിക്കുക. അപ്പൊ ഈ ഡ്രാമയുടെ ഏറ്റവും വലിയ ഗുണം ഉണ്ടായത്, ഞങ്ങളൊരു 35 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഈ സിനിമ. നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ 35 ദിവസം നമ്മൾ ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു. അപ്പൊ ആ റിഹേഴ്സൽസിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാൻ അതൊരു നാടകക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൃത്യമായിട്ട് ഡിസിപ്ലിൻ റിഹേഴ്സൽസ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു പാഠവും കിട്ടിയത് അവർക്ക് നാടകത്തിൽ നിന്നാണ്. അപ്പൊ അതിന്റെ ഞങ്ങൾ ലോകധർമ്മി എന്ന് പറയുന്ന നാടക ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട്, ഞാനും അവിടെ ഒരു ആക്ടറായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതെ, ഈ ഒരു അമേരിക്കൻ കോടതി മുറി, നമ്മുടെ ഈ 12 ആംഗ്രി മെന്റെ ഒക്കെ അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ, അതിൻ്റെയൊക്കെ ഒരു ശൈലി പലപ്പോഴായി നിരൂപകരൊക്കെ പറഞ്ഞതാണ് ഈ ചിത്രത്തെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് ആനന്ദിന്റെ മനസ്സിലേക്ക് വന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിന് ഒരു കാരണമായത്, അല്ലെങ്കിൽ ഒരു ഉപോത്പകമായത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഈ സാധാരണ ഒരു സിനിമ ഉണ്ടാവുന്ന ഒരു കഥയുണ്ടായി, ആ സ്ക്രിപ്റ്റ് ഉണ്ടായി, അതിന് ശേഷം ആണ് കാസ്റ്റിംഗ് നടത്തുന്നത്. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനയ് എന്റെ അടുത്ത്, ഞങ്ങൾ ഒരു യാത്ര പോയപ്പോൾ, കോവിഡിന്റെ സമയത്ത് ഒരു യാത്ര പോയപ്പോൾ വിനയ് എന്റെ അടുത്ത് പറഞ്ഞു, ഇവരെ വെച്ചിട്ട്, ഈ നാടകക്കാരെ വെച്ചിട്ട്, വിനയുടെ സുഹൃത്തുക്കളാണ്, അവരെയൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് വിനയ് ഫോർട്ടിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വിനയുടെ ഒരു ആശയമായിരുന്നു. എന്നോട് ചോദിച്ചു, ഇവരെ വെച്ചിട്ട് നിനക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പൊ ആദ്യം കാസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. കാസ്റ്റിന് വേണ്ടി എഴുതിയ സിനിമയാണ്. അതിനുശേഷമാണ് പിന്നെ ആലോചിച്ച ഒരു കൂട്ടം ആളുകളും ഒരു വ്യക്തിയും തമ്മിലുള്ള ഡൈനാമിക്സ് എന്താണ്, ഒരു ക്രൈം നടക്കുമ്പോൾ, ഒരു സത്യം തേടുമ്പോൾ, ഒരു നീതി തേടുമ്പോൾ ഈ ഡൈനാമിക്സ് എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇതിൽ എടുത്തു വരേണ്ട കാര്യമാണ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു സസ്പെൻസ്, അത് അവസാന നിമിഷം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ ആനന്ദിന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായതാണോ, അല്ലെങ്കിൽ ഇത് ചെയ്തു വന്നപ്പോ അങ്ങനെ വന്നതാണ്? സത്യസന്ധമായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റിനകത്ത് കിട്ടിയ ഒരു കഥയാണ്. ഞാനിത് വിനയ് ഇങ്ങനെ കഥ വേണം എന്ന് പറഞ്ഞപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് 15 മിനിറ്റിനകത്ത് സംഭവിച്ച കഥയാണ്. അതാണ് അതിന്റെ സത്യാവസ്ഥ. ക്ലൈമാക്സ് ഉൾപ്പെടെ ഈ 15 മിനിറ്റിലൂടെ കിട്ടുമായിരുന്നു. ക്ലൈമാക്സ് കിട്ടിയപ്പോഴാണ് ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം അതിനകത്ത് ഒരു ഹൂഡ് ആൻഡ് സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട്, ഇങ്ങനെ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അതിന് അതീതമായിട്ടുള്ള ഒരു വിഷയം പറയാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനിയുള്ള ആനന്ദിന്റെ അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? അടുത്ത സിനിമയുടെ എഴുത്ത് നടക്കുകയാണ്. അടുത്തൊരു ലവ് സ്റ്റോറിയാണ്. അതിന്റെ ഒരു എഴുത്ത് നടക്കുന്നേ ഉള്ളൂ. എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഊർജ്ജം കൂടുന്ന കാര്യം ഉറപ്പല്ലേ? തീർച്ചയായിട്ടും ഇത് വലിയ ഊർജ്ജമാണ്. അപ്പൊ ഒരിക്കലും കൂടി ഹാർട്ടി കൺഗ്രാറ്റ്സ് ആനന്ദ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ചിത്രം ആട്ടത്തിന്റെ രചനയും സംവിധാനവും ഒരുക്കി, അല്ലെങ്കിൽ ആ ചിത്രത്തിന്റെ ആത്മാവെന്ന് പറയാം, ആനന്ദ് ഏഗർഷിയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ തന്നെ ഡ്രാമ ഫീൽഡിൽ നിന്നുള്ള, ഡ്രാമ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ചിത്രം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ആ സിനിമയ്ക്കകത്തൊരു നാടകം ഉണ്ടാക്കിയെടുക്കാനും, ഒരു ട്രൂപ്പിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് കൃത്യമായി പറയാനും, ഒപ്പം തന്നെ അതിലെ കഥ, അതിൻ്റെ സസ്പെൻസ്, അതിൻ്റെ അവസാന നിമിഷം വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് ഒരു ടീമിൻ്റെ വിജയമാണ് എന്നാണ്. ഒപ്പം തന്നെ പ്രൊഡ്യൂസർ
എടുത്തു വരേണ്ട കാര്യമാണെന്ന് കൂടി ആനന്ദേകർഷി പറയുകയായിരുന്നു. അതിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഈ നേട്ടത്തിൽ പങ്കുണ്ട് എന്നുകൂടി പറയുകയായിരുന്നു ആനന്ദേകർഷി. 3 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, ഒന്ന് മികച്ച ചിത്രം, മികച്ച എഡിറ്റിംഗ്, മികച്ച തിരക്കഥ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാറ്റഗറിയിലാണ് ആട്ടം എന്ന സിനിമ നേട്ടമുണ്ടാക്കുന്നത്. അങ്ങനെ ആട്ടത്തിലൂടെ മലയാളവും നേട്ടം കൊയ്യുന്നു. ഇത്തവണ 70ാം ദേശീയ പുരസ്കാര വേദിയിൽ മലയാള തിളക്കമുണ്ട് എന്ന് തന്നെ പറയാം. മറ്റ് ഭാഷയിലാണെങ്കിൽ കൂടി തമിഴ് ചിത്രമായ തിരുച്ചിത്രമ്പലത്തിലെ കൂടി നിത്യം മേനൻ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മികച്ച ചിത്രം, മികച്ച നടി ഇത് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ബാലതാരം, മികച്ച ബാലതാരം അത് മാളികപ്പുറം എന്ന ചിത്രത്തിലെ പെർഫോമൻസിന് ശ്രീപദിനാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട അവാർഡുകളിൽ മലയാളം ഇത്തവണയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം. നേരത്തെ ആനന്ദേകർഷി പറഞ്ഞതുപോലെ ഒരു ഡ്രാമ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികളെല്ലാം ആ സിനിമയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഇത് കൺവേ ചെയ്യപ്പെടുക എന്നൊക്കെയുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തരണം ചെയ്താണ് മുന്നോട്ട് പോയത്. അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. ഒരുപോലെ പക്ഷേ ആട്ടം എന്ന ചിത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രമാണ്. തിയേറ്റർ സക്സസ് ആണ്. അതേസമയം തന്നെ ദേശീയതലത്തിൽ ഒരു പുരസ്കാര തിളക്കവും ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചിത്രം മികച്ചു നിൽക്കുന്നു.